തുരുത്തുരാ മെസ്സേജിൻ്റെ സൗണ്ട് ഇട്ടിട്ട് നമ്മൾ എണീറ്റത് നോക്കുമ്പോൾ കേക്കും കോഫിയും മേടിച്ചു തരാമെന്നുള്ള ആ മെസ്സേജ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പിന്നെ ഒന്നും നോക്കിയില്ല. കിടക്കപ്പോൾ അതിന് നീച്ചൊരു മണ്ടലേനി, പിന്നെ ഒരു ഓർഡർ ഉണ്ടേനി. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ വാങ്ങണ്ടേനി. മാറ്റം ആരാണ് ആഗ്രഹിക്കാത്തല്ലേ? എന്നും പരിന്ന് ചായ കുടിച്ചാണ് എനിക്കും എടുത്തിട്ട്. അവിടെ ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങിയത്. പിന്നെ ഞാനിപ്പോൾ എന്ത് ചത്ത കോഴിക്കോളം മാതിരി കിടക്കണമെന്നല്ലേ, വേറെ ഒന്നും. എനിക്ക് നല്ല പൈസ ഉണ്ട് കേട്ടോ കൈസ്. വീട്ടിൽ നിന്ന് ഉമ്മ കുറേ വട്ടം പറഞ്ഞാണ് ചായ അടിച്ച് പോയിക്കോന്നേ. പിന്നെ ഇവള് കോഫി അടിച്ചിരുന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, മേടിച്ച് തന്നാൽ മതി കേട്ടോ. പിന്നെ ഞാനെന്താ കൊറോണ ഒക്കെ തിരിച്ചു വന്നോ മാസ്ക് ഇടാനെന്ന് നിങ്ങൾ വിചാരിക്കും. എന്നാലും എൻ്റെ പല്ലിന് ഇപ്പം മെറ്റൽ വാർപ്പിട്ടിങ്ങനെ. ഇൻഷാല്ല അടുത്ത ആഴ്ച ഇൻഡൽ വാർപ്പിടും. അങ്ങനെ നമ്മൾ ഫൈനലി സുരഭിയിലെത്തിയിട്ടോ. സുരഭിയിൽ വെച്ചാണ് നമ്മൾ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. അല്ലെങ്കിലും ഉറക്കപ്പിരാന്ത് നീച്ചെന്നപ്പോഴേ എനിക്കറിയാം ഇനി കട തുറന്നിട്ടുണ്ടാവില്ല, ഇവിടെയൊക്കെ ഷോപ്പ് ഓപ്പൺ ആവുള്ളൂ കേട്ടോ. പിന്നെ ഓളിനോട് ആദ്യം പറഞ്ഞ വീഡിയോ എടുക്കരുതെന്നാണ്. എന്തായാലും ഇപ്പോൾ പറഞ്ഞല്ലോ, എന്നാൽ പിന്നെ വീഡിയോ എടുത്തിട്ട് തന്നെ കാര്യം. അങ്ങനെ ഓൾക്കറിയാം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാസ്ക് ഒക്കെ ഇട്ട് വന്നാട്ടോ. വേറെ ഒന്നുമില്ല, ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ട് വൈറലായതിൻ്റെ ക്ഷീണം ഓളത് ഇപ്പോഴും മാറിയിട്ട് കേട്ടോ. കേക്കും കോഫിയും പ്രതീക്ഷിച്ച് തന്നെ എനിക്ക് കിട്ടിയത് കേക്കും ജ്യൂസാട്ടോ. അല്ലെങ്കിൽ ചെങ്ങാഴ്ചകളായി എങ്ങനെ വേണം. പിന്നെ കൈയിട്ട് വാരിൽ നമ്മളൊരു മെയിൻ ആയതുകൊണ്ട് ഓളയിൽ നിന്നും കുറച്ച് കൈയിട്ട് വാരിട്ടോ. അത് കഴിഞ്ഞ് ജ്യൂസ് മണമണാ കുടിച്ചതേ ഓർമ്മയുള്ളൂ കേട്ടോ. രാവിലെ ചായ കുടിച്ചണ വരെയാണ് ഞാൻ ഈ ജ്യൂസ് കുടിച്ചത്. എനിക്കിത് എന്തിൻ്റെ കേടാണ്. അത് കഴിഞ്ഞ് കേക്കൊക്കെ തിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആൾ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് കാരണം ആൾക്ക് ഇനി വൈറലാവാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കോണയ്ക്ക് ഇറങ്ങി തടി കുറയുന്നുള്ളതുകൊണ്ട് നമ്മൾ ലിഫ്റ്റ് കയറിട്ടോ. ജ്യൂസ് കുടിച്ചോണ്ടാന്നറിയില്ല ഒരു മന്ദം. അപ്പോൾ എത്രയായിട്ട് ലിഫ്റ്റ് ഇറക്കാതെ ഇപ്പോൾ മുട്ടവിന് തുറക്കപ്പെടുന്നല്ലേ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. പുറത്താണെങ്കിൽ കട്ട വെയിലിട്ടോ. ഇവളാണെങ്കിലോ സൺസ്ക്രീൻ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിരാന്തൾ കേട്ടോ. ഇവളെ പിടിച്ച് എന്താ ചെയ്യേണ്ടി ഗൈസ്. അത് കഴിഞ്ഞ് ഓക്ക് വേറെ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞേ. അതുകൊണ്ടാട്ടോ ഓള് മഞ്ഞ ചുരിദാറൊക്കെ ഇട്ട് വന്നിക്കണേ. അങ്ങനെ ഓള് പോയിട്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്തൊക്കെയൊക്കെയാണ് ഞാനും എൻ്റെ വരിക്ക് വന്നിട്ടോ.